ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർ വണ്ടർ. ഞാൻ താബോ. തുടങ്ങട്ടെ. ദ സ്റ്റോറി ഓഫ് വെൽറാക്. ശ്രദ്ധിച്ചിരുന്നോണം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഡ്രെഡ്മൂർ കാടാണ്. ഈ കാട്ടിൽ സൂര്യവെളിച്ചം അങ്ങനെ കടക്കാറില്ല. അല്ലെങ്കിലും ഇവിടുള്ള ദുഷ്ടന്മാർക്ക് എന്തിനാ വെളിച്ചം, അല്ലേ? ഇവർ തമ്മിലടിച്ച് ജീവിക്കുന്നവരാണ്. ഇവരുടെ പ്രധാന വിനോദം പുഴയിൽ നിന്ന് നീർനായ്ക്കളെ പിടിച്ചുകൊണ്ടുവന്ന് കാടിനുള്ളിൽ പിടിച്ചുവെക്കും. കുറേ ദിവസം ഭക്ഷണം കിട്ടാതെ ഈ നീർനായ്ക്കൾ അവശരാകും. ഈ കടുവകളാണെങ്കിൽ ആ പാവങ്ങളുടെ നേരെ ശക്തമായി അലറും. അങ്ങനെ അവർ പേടിച്ചു മരിക്കും. ഇവിടെയാണ് നമ്മുടെ വെൽറാക് ജനിച്ചത്. വെള്ള നിറത്തിൽ ജനിച്ചതുകൊണ്ട് എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തി. ആ കാട്ടിലെ ബാക്കിയുള്ള ദുഷ്ടന്മാരെ പോലെ അല്ലായിരുന്നു വെൽറാക്. നല്ലവനായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അവനോട് വെറുപ്പാണ്. അവിടെ അവന്റെ പ്രായത്തിലുള്ള 2 പേരും കൂടി ഉണ്ടായിരുന്നു. അവരും വെൽറാക്കിനെ ഉപദ്രവിക്കാറുണ്ട്. ഈ കരിമ്പുലിയാണ് ഇവിടെയുള്ള കടുവ കുഞ്ഞുങ്ങളെ വേട്ടയാടാൻ പഠിപ്പിക്കുന്നത്. വെൽറാക്കിന് ഈ കാട്ടിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തത് ഇവനെയാണ്. ഇതാണ് നിക്സൺ. ഇവൻ ഈ ദുഷ്ടന്മാരുടെ സഹായിയാണ്. ദിവസങ്ങൾ കടന്നുപോയി. ആ 2 ചെറിയ കടുവകൾ ഒരു നീർനായയെ പിടിച്ചുകൊണ്ടുവന്നു. അവർ ആദ്യമായിട്ടാണ് ഒരു നീർനായ വേട്ടയാടി പിടിക്കുന്നത്. 2 പേരും സന്തോഷത്തോടെ അതിനെയും എടുത്ത് കാട്ടിനുള്ളിലേക്ക് വന്നു. അവർ വേട്ടയാടാൻ പഠിച്ചെന്ന് ബാക്കിയുള്ളവരെ അറിയിച്ചതിന് ശേഷം ആ നീർനായയെ കൊന്നാൽ മതിയെന്ന് അവർ തീരുമാനിച്ചു. ഈ കാടിന് പുറത്തേക്ക് പോകാനുള്ള വഴി ആ നീർനായയ്ക്ക് അറിയാത്തതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള വിശ്വാസം 2 കടുവകൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ നടന്നത് മറ്റൊന്നായിരുന്നു. വെൽറാക് ആ നീർനായയെയും കൂട്ടി അവൻ അറിയാവുന്ന കുറുക്കു വഴികളിലൂടെ നടന്നു. രണ്ടെണ്ണവും തിരിച്ചു വന്നപ്പോൾ നീർനായയെ അവിടെ കാണാനില്ല. അവന്മാർ അതിനെ അന്വേഷിച്ചു കാട് മുഴുവൻ നടക്കാൻ തുടങ്ങി. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ആ നീർനായ പിന്നീട് പലവട്ടം അവന്റെ രക്ഷകനെ കാണാനെത്തി. വെൽറാക്കിന് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഒരു സുഹൃത്തിനെ കിട്ടി. ആ കൂട്ടുകാരനാണ് വെൽറാക്കിനെ നീന്താൻ പഠിപ്പിച്ചത്. ഒരു ദിവസം നിക്സൺ അവരെ കണ്ടു. നിക്സൺ ഈ കാര്യം കടുവകളെ അറിയിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് നീർനായയെ രക്ഷപ്പെടുത്തിയത് വെൽറാക് ആണെന്ന് അവർക്ക് മനസ്സിലായി. ഒരു ദിവസം നീർനായ തിരിച്ച് പുഴയിലേക്ക് പോവുകയായിരുന്നു. കൂട്ടുകാരനെ എല്ലാവരും കൊന്നുകളഞ്ഞെന്ന് വെൽറാക് അറിഞ്ഞു. അവന് സഹിച്ചില്ല. നീ മാത്രം ചുണ്ടിൽ പൊന്മുത്തം കാണാതെ നീ യാത്രയാ കൈക്കൊമ്പിൽ തൂകുന്ന മണ്ണാലെ
മൂടുന്നു നിൻ തൂമുഖം. പിറ്റേ ദിവസം അവനെയും കൂട്ടി നിക്സൺ പുഴയിലേക്ക് നടന്നു. ഓടി നീ തന്നുവെല്ലാം, അതുമാത്രമാണ് എൻ്റെ സ്വന്തം. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ഓർമ്മകൾ മിന്നി മറഞ്ഞു. എങ്ങോട്ട് പോകണമെന്നറിയാതെ നീന്തി ആ പാവം. അവൻ ദൂരെ നിന്ന് വരുന്ന വെളിച്ചം നോക്കി നീന്തി. കുറച്ച് മുന്നിലേക്ക് എത്തിയപ്പോഴാണ് അവരെ അവൻ കണ്ടത്. ഞങ്ങളുടെ കാട് അവനെ സ്വീകരിച്ചു. ഞങ്ങളുടെ മറോക്ക് രാജാവ് അവനെ പരിശീലിപ്പിച്ചു. സിൽവാരയുടെ എക്കാലത്തെ മികച്ച യോദ്ധാവായി അവൻ മാറി. ഡ്രെഡ്മൂറിലെ മുഴുവൻ കടുവകൾ ഒരുമിച്ച് വന്നാലും അവന്റെ രോമത്തിൽ പോലും തൊടാനാവില്ല. ഞങ്ങളുടെ ശക്തനായ പടനായകൻ വൽറാക്. അന്ന് വർഷം 2015, ഇന്നീ 2025-ലും എല്ലാവരും ഇവിടെ സന്തോഷമായി ജീവിക്കുന്നു.